മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ മന്ത്രി എം.ബി. രാജേഷ് തൃശ്ശൂരിൽ പ്രഖ്യാപിച്ചു. മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സുരാജ് ട്രോഫി 50 ലക്ഷം കൊല്ലം ജില്ലാ പഞ്ചായത്തിനാണ്. മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സുരാജ് ട്രോഫി കൊല്ലം ജില്ലാ പഞ്ചായത്തിന് 50 ലക്ഷം രൂപയാണ്. രണ്ടാം സ്ഥാനം 40 ലക്ഷം തിരുവനന്തപുരത്തിനാണ് രണ്ടാം സ്ഥാനം. അപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്തും രണ്ടാം സ്ഥാനം തിരുവനന്തപുരത്തിനുമാണ്. പ്രവർത്തന മികവിന് പുറമെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യ സംസ്കരണം എന്നിവയും കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ട് വിനിയോഗവും ഇത്തവണ പുരസ്കാരത്തിനായി പരിഗണിച്ചതായി മന്ത്രി അറിയിച്ചു. അപ്പോൾ സുരാജ് പുരസ്കാരത്തിൻ്റെ മാനദണ്ഡം പ്രവർത്തന മികവ്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യ സംസ്കരണം എന്നിവയും കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ട് വിനിയോഗവും ആണ് ഇത്തവണ പരിഗണിച്ചിരിക്കുന്നത്. ഇനി മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തായും കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ മികച്ച ഗ്രാമപഞ്ചായത്തായും തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരം മികച്ച കോർപ്പറേഷനും ഗുരുവായൂർ മികച്ച നഗരസഭയ്ക്കുമുള്ള പുരസ്കാരം തുടർച്ചയായി രണ്ടാം തവണയും സ്വന്തമാക്കി. 50 ലക്ഷം വീതമാണ് പുരസ്കാര തുക. വാർത്ത: മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ മന്ത്രി എം.ബി. രാജേഷ് തൃശ്ശൂരിൽ പ്രഖ്യാപിച്ചു. മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സുരാജ് ട്രോഫി കൊല്ലം ജില്ലാ പഞ്ചായത്തിനും മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തായും കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ മികച്ച ഗ്രാമപഞ്ചായത്തായും കൂടാതെ തിരുവനന്തപുരം മികച്ച കോർപ്പറേഷനും ഗുരുവായൂർ മികച്ച നഗരസഭയ്ക്കുള്ള പുരസ്കാരവും കരസ്ഥമാക്കി.